ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞായിരുന്നു കേട്ടോ, നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ചലഞ്ചൊക്കെ ചെയ്തിട്ട് കുറേ നാളായില്ലേ, നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട്. അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗസ്റ്റ് അല്ലെങ്കിൽ ഫീമെയിൽ പ്രോഡക്റ്റ് എന്നും പറഞ്ഞൊരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് മൃദുല കുറേ ഫീമെയിൽ പ്രോഡക്ട്സ് എടുത്തിട്ട് നമ്മളെ കൊണ്ട് അത് പറയിപ്പിച്ചായിരുന്നു. കൊച്ചു വിൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് അതിന് ഒരു മതിർമടങ്ങ് അല്ല എതിർമടങ്ങ് മെയിൽ പ്രോഡക്ട്സും ഫീമെയിൽ പ്രോഡക്ട്സും രണ്ടും എടുത്തിട്ടുണ്ട്. ഞാനും അച്ഛനും ടീം, അവർ രണ്ടുപേരും ടീം. നിങ്ങൾക്ക് ടീമിന് പേരിട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ മെയിൽ നിങ്ങളുടെ ടീമിന് മെയിൽ ടീമിന് ടീം തന്ത വൈബ്, ടീം തന്ത വൈബ്, ഓക്കെ ടീം തള്ള വൈബ്. ബിന്ദു. അപ്പൊ ബിന്ദു ടീം ബിന്ദു ഓയും തന്ത വൈബ്. അച്ഛാ തന്ത വൈബ് ആദ്യം പറഞ്ഞു പോയി. ഈ ഗെയിമിന് അതെ അത് അത്ര നല്ല കാര്യമല്ല. അപ്പൊ ഗൈസ് ടീം തന്ത വൈബും ബിന്ദു ഓയും തമ്മിലാണ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത്. ഫീമെയിൽ പ്രോഡക്റ്റ് മെയിലിന്റെ അടുത്ത്, മെയിൽ പ്രോഡക്റ്റ് ഫീമെയിൽ എടുത്ത് ചോദിക്കുന്നത് അത് തന്നെ. പക്ഷേ നിങ്ങളിപ്പം ഒരു ഫീമെയിൽ പ്രോഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ തവണ ഒരു ആൻസർ പറയാൻ പറ്റും. അത് ആലോചിച്ച് പറയണം, ഒറ്റ തവണ അത് ചർച്ച ചെയ്ത് പറയാം. പക്ഷെ തെറ്റാണെന്നുണ്ടെങ്കിൽ ആ ചോദ്യം തന്നെ എവർക്ക് പറയാം, അപ്പൊ അവർക്ക് പോയിന്റ് കിട്ടും. മണ്ടത്തരൊന്നും പറയല്ലേ. അച്ഛൻ ഇടക്കിടക്ക് പറയല്ലേ തന്ത വൈബ്. ഞാൻ അച്ഛനെ ഉദ്ദേശിച്ചാട്ടോ പേരിട്ടത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ആദ്യം ചോദിക്കുന്നത് ഫീമെയിലിന്റെ അടുത്താണ് കേട്ടോ. ഇതൊരു മെയിൽ പ്രോഡക്റ്റ് ആണ്. മെയിൽ പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും മെയിൽസിനാണ് കൂടുതൽ അറിയാൻ പറ്റുന്നത് ഈ പ്രോഡക്റ്റ്. അപ്പൊ ഞാൻ എന്തായാലും ആദ്യം അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ പ്രോഡക്റ്റ് എന്തുവാ? ആൻസർ പറഞ്ഞു നിങ്ങളെ അല്ലല്ല, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒറ്റ ഉത്തരം പറയാൻ പറ്റും. ഒറ്റ ഉത്തരം അത് ആലോചിച്ച് പറയാം. കറക്റ്റ് ആൻസർ എപി പാഡ് ആണ്. ക്രിക്കറ്റ് കളിക്കുമ്പോ ഫീമെയിൽ പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഇത് എന്ത് പ്രോഡക്റ്റ് ആണ്? ഫീമെയിൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. എന്ത് പ്രോഡക്റ്റ് കേട്ടോ? നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാം. എവര് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതൊന്നും പറയത്തില്ല. ഇതിന്റെ പേര് പറയണമെന്നില്ല, ഇതിന്റെ ഉപയോഗം പറഞ്ഞാൽ മതി. ഉപയോഗം പറഞ്ഞാലും മതി, കാരണം ഇതിന്റെ പേര് കിട്ടത്തില്ല. ഇത് മറ്റേ ഇല്ല, അച്ഛൻ പറഞ്ഞാ പറയട്ടെ. ഗർഭനിരോധനോ? ഞാൻ പറയല്ലേന്ന് പറഞ്ഞല്ലേ. അപ്പൊ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞേ, അപ്പൊ നിങ്ങൾക്ക് പറയാം. ഇതില് മസാജറാണ്. ഞാൻ ഒന്നും കൂടെ ട്രൈ ചെയ്യട്ടെ. ഞാനിത് കാണിക്കുമ്പോൾ നിങ്ങൾക്കും താഴെ കമന്റ് ചെയ്യുക ഇത് എന്തുവാണെന്ന്. അപ്പൊ നിങ്ങൾക്കും പോയിന്റ്സ് എണ്ണാം കേട്ടോ. അപ്പൊ നിങ്ങളും വീട്ടിൽ ഞാൻ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത്? ഇത് കൈ പിടിക്കുന്നതല്ലേ? കൊച്ചു പറഞ്ഞ കറക്റ്റ് ആണ്, കൈ പിടിക്കുന്നതാണ്. കൈ പിടിക്കുന്നതാണ്. ഈ ചുണ്ട് ഇതാക്കണ സാധനമാണോടാ? നോ. അപ്പൊ അവിടെ കഴിഞ്ഞു. അറിയത്തില്ല, പറഞ്ഞ രണ്ടുപേർക്കും അറിയത്തില്ല. ഇതാണ് പ്രോഡക്റ്റ്. ഇതെന്തര? ക്യൂടെക്സ് വിരളി വെച്ചിട്ട് ഇടുന്നത്. ഓ, ഇതൊക്കെ അതെന്തിനാ ഇത്? ഓ, ക്യൂടെക്സ് ഇതിന്റെ മണ്ട വെച്ചേക്കണല്ലേ? മണ്ട ഇത് കുത്തിക്കയറ്റി വെച്ചിട്ട് തട്ടിപ്പോകത്തില്ല. ക്യൂടെക്സ് എടുത്ത് മാറ്റി വെച്ചപ്പോ ഇത്ര കഷ്ടപ്പാടില്ലല്ലേ? രണ്ട് വിരലും ഇടുന്നത് മനസ്സിലായില്ലേ? പോയി ഇത് നിങ്ങൾ പറയുമായിരുന്നു. ഒരിക്കലും ഇല്ല, ഞാനും പോയില്ല, അച്ഛനാ പോയത്. നിരോധനോ എവിടെ പോയെന്ന് നോക്കണേ. എന്താണ് ഈ പ്രോഡക്റ്റ്? ആരെടുത്താ? നിങ്ങളുടെ അടുത്താ? അല്ല സോറി, എവരുടെ അടുത്താ? സോറി. ഞാൻ ഒരു ക്ലൂ തരാൻ വേണമെങ്കിൽ ഇത് മനുഷ്യർ ഉപയോഗിക്കുന്നതല്ല. എടാ അതെന്തൊരു പിന്നെ മെയിൽ പ്രോഡക്ട്സ് പിന്നെ മനുഷ്യരല്ലാണ്ട് പിന്നെ പട്ടിയുടെ കൊണ്ട് വെച്ചേക്കണ. അത് പുറത്തുനിന്ന് എടുത്തിട്ടുണ്ട് കുറച്ച് പ്രോഡക്ട്സ്. മെയിൽസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം നീ എന്താ പറയണ? നീ ഏലിയന്റെ സാധനം പിന്നെ ഇത് കുതിരയുടെ മെയിൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അല്ലടാ, ഇത് ഞാൻ പുറത്തുനിന്ന് കുറച്ച് പ്രോഡക്ട്സ് എടുത്തിട്ടുണ്ട്. കിണ്ടിയിൽ വെക്കുന്ന സാധനമൊക്കെ എടുത്തിട്ടുണ്ടോ? ഞങ്ങളെങ്ങനെ പറയാനാ? ഒരു ലോഗോയാണേ. ഇത് മെറ്റീരിയൽ അതിന്റെ ഒറ്റ ചാൻസേ ഉള്ളൂ കേട്ടോ. ഒരു ലോഗോയാണ്. മിന്ത്രയാണോ? മിന്ത്ര ഇതല്ല. മിന്ത്ര ഇതല്ല. അല്ല അതല്ലെന്ന് പറഞ്ഞതാ. മീശോ. അയ്യോ അതാ നീ മിന്ത്ര പറഞ്ഞേ. മീശോ കറക്റ്റാണ്. മീശോ വല്ലോ പറയങ്ങോട്ട്. ഒന്നും അറിയാൻ
ആ പക്ഷെ തോക്കില്ല. ഓക്കെ ഇത് എന്തിന്റെ ലോഗോയാണ്? പറയല്ലേ, എനിക്കറിയാം. അതറിയാം. വിച്ച് കമ്പനി? ഇപ്പൊ നിങ്ങള് മീഷോ പറഞ്ഞില്ലേ, അതേപോലെ വിച്ച് കമ്പനി ലോഗോ? ആ വോൾക്സ്വാഗൺ പറഞ്ഞു. ലെക്സസ്. അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലേ, ഞാനും നേരത്തെ മീഷോ ലെക്സസ്. ഓക്കെ ഇതൊരു ഫീമെയിൽ പ്രോഡക്ട്സ് ആണ്. ഈ ചട്ടിയാ ഇത്, മറ്റേ ഇല്ല കോൺക്രീറ്റിനുണ്ട് പോണ. ആന്തരാ അത് ഫണ്ണടിച്ചതാ. അയ്യോ ഇത് ബ്യൂട്ടി പ്രോഡക്റ്റ് ആണോ? അത് പറഞ്ഞായിരുന്നു കേട്ടോ. ഫീമെയിൽസ് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഇതേ മറ്റേ ഈ ഫൗണ്ടേഷൻ ഒക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്ന ഉത്തരാണോ? കപ്പ്. വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? അല്ല, ഉത്തരം റോങ് ആണ്. എന്തൊരു പാഡ്? നെഞ്ചിൽ വെക്കുന്ന. തെറ്റ് അതും തെറ്റ്. കുണ്ടിയിൽ വെക്കുന്ന പാഡ്. കറക്റ്റ്. ആ ഷേപ്പ് ഒന്നുകൂടെ അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ്. ഇല്ല, ഇവിടെ ജസ്റ്റിൽ ഒരുപാട് പാടുണ്ട്. ഇതൊക്കെ ഷേപ്പാണോ നമുക്ക് അറിഞ്ഞൂടെ? അവരുടെ മെയിൽ പ്രോഡക്റ്റ് ആണ്. മെയിൽ പ്രോഡക്റ്റ് മസാജർ എന്ന് പറഞ്ഞൂടെ? നമ്മള് ബോക്സിങ് ചെയ്യുമ്പോഴത്തേക്ക് പല്ലിന്റെ അകത്ത് വെക്കൂലേ? അതല്ല. ഞാനല്ല ഉണ്ടാക്കിയത്. താടി ഷേപ്പ് ആക്കുന്ന സാധനം. കറക്റ്റ് ആൻസർ. താടി ഷേപ്പ് ആക്കുന്ന ചോദ്യമായിരുന്നു. ടീം 4 പോയിന്റായി. ടീം തന്ത വൈബ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അണ്ണ ഇവിടെ ഇരിക്കല്ലേ? എന്തെല്ലാം മറ്റേ മയിലിന്റെ ബാക്കിൽ ഇരിക്കുന്ന സാധനം ഇതെന്തരാടാ? ഇതൊരു ക്ലൂ തരാം. കുറവിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കുറവാ? വലുതാവാൻ ഈ മനുഷ്യൻ എന്തൊക്കെയാ പറയുന്നത്? അത് തന്നെ കുറവുള്ള സ്ഥലത്ത് എനിക്ക് കറക്റ്റ് കേൾക്കണോന്ന്. ഈ ബ്രസ്റ്റ് പാടാണെന്ന് തോന്നുന്നു. അല്ല, റോങ് ആൻസർ. കൊതുക് തിരിയണ്ണ. കുറവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു കുറവാ. അങ്ങ് ആർക്കാ കുറവുള്ള? മൂലത്തിൽ വയ്ക്കുന്നതായിരിക്കും. അതല്ല, അത് കഴിഞ്ഞല്ലോ. കറക്റ്റ് ആൻസർ. നീളം നീളം കൂട്ടാൻ വേണ്ടി ചെരുപ്പിന് വെക്കുന്ന സാധനമാണ്. പൊക്കം കിട്ടാൻ വേണ്ടി. ഓ, അത്രയും ലെവലിൽ ചിന്തിച്ചു പോകലാട്ടാ. നമ്മൾ അത്രയും ചിന്തിക്കൂല കൈസ്. നീളം ഇല്ലാത്തവർക്ക് ചെരുപ്പിനടിയിൽ അതാണ് കുറവെന്ന് ഉദ്ദേശിച്ചത്. നമ്മുടെ ചിന്താഗതി ശരിയല്ല, അതാ പ്രശ്നം. ബെൽറ്റ് അല്ലേ? ബെൽറ്റ് ആണ്. എന്ത് ബെൽറ്റ്? എവരാ പറയാനുള്ളത്? അവര് പറയട്ടെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ബിന്ദു ഒന്നും മൊഴിയുന്നില്ല. നടുവിന് കെട്ടുന്ന ബെൽറ്റ് ജിമ്മിലൊക്കെ പോകുമ്പോൾ കെട്ടുന്നത്. എക്സ്പ്ലെയിൻ ആയിട്ട് പറയും. കറക്റ്റ് ഇത് എവിടെ? നടുവിനിങ്ങനെ നടുവിലല്ല, അടുത്ത നടുവെന്ന് പറഞ്ഞു. നിങ്ങൾ കൈക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ട് കയ്യിൽ കെട്ടണം. വെയിറ്റ് എടുക്കാൻ. അല്ല, ഇവരെ വെയിറ്റ് എടുക്കാന്ന് പറഞ്ഞില്ലേ? ഗ്രിപ്പ് കിട്ടുന്ന കാര്യം പറഞ്ഞു. കയ്യിൽ ഗ്രിപ്പ് ഇട്ട് അത് തെറ്റി വെയിറ്റ് എടുക്കുന്ന സാധനമാണ് പറഞ്ഞില്ലേ? പിണങ്ങി കുണുവാവ് പിണങ്ങി. ഒരു ഫീമെയിൽ പ്രോഡക്റ്റ് ആണ്. ഫീമെയിൽ പ്രോഡക്റ്റ് അല്ലേ? ഈ വയറ് കുറയ്ക്കാൻ അവിടെ വയറ് കുറയ്ക്കാനുള്ള സ്ലിം ബെൽറ്റ് പോലത്തെ കറക്റ്റ് ആണോ? നമ്മളിവിടെ പറഞ്ഞോണ്ടിരുന്നേന്ന് ഉടനെ അവിടെ തോന്നിയ നേരം അവിടെ പോകുന്നുണ്ട്. അങ്ങ് സമയം നമ്മൾ ആലോചിച്ചില്ലേ പറയാൻ പറ്റും. അവർക്ക് 6 പോയിന്റ്. 3 പോയിന്റ് ആയുള്ളൂ. ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ബോഡിയിൽ സ്പോർട്സ് റിലേറ്റഡ് ഉള്ള പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇത് അറിയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കമന്റ് ചെയ്യാം കേട്ടോ.
തട്ടിയിടുന്നതായിരിക്കും, ഇതിന്റെ അകത്ത് ഇടുന്നതാ. ഇതിനകത്തോട്ട് തട്ടി എന്തിടുന്നത്? ടെന്നീസ് ആണോ? ബോള് പറഞ്ഞു ചെറിയ ബോൾ. തെറ്റാണ്. ചെറിയ ബോളാ അപ്പൊ വലിയ ബോള്? അല്ല അല്ല അല്ല, ഹോക്കി തെറ്റാണ്. തെറ്റ്. ഫുട്ബോൾ. കറക്റ്റ് ഫുട്ബോളാണ്. ഫുട്ബോളാണ്. ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കണ്ടിട്ടുണ്ടോ? ക്രിക്കറ്റ് താരങ്ങളൊക്കെ പ്രാക്ടീസിന് വേണ്ടി ഫസ്റ്റ് കളിക്ക് മുമ്പ് വെക്കുന്ന കണ്ടിട്ടുണ്ടോ? 2 മാർക്ക് കൂടെ കിട്ടിയ ടൈയാവും. ഇതെന്തോ ഇത്? ഷൂലോ? നീഡിലല്ലേടാ? എന്തോ പ്രോഡക്റ്റ് ഞാൻ പറയാം ഫുട്ബോളിന് കാറ്റടിക്കുന്ന സാധനം. ഇതെന്തോ? ഞാൻ പറയാം. അത് ഞാൻ മിണ്ടാതിരുന്നതാ. അത് അതെ, മസാജർ വാഷ്. വാഷ് എന്ന് പറയുന്നത് മസാജർ എന്ന് പറയും. മസാജർ വാഷ്. എവിടെ യൂസ് ചെയ്യും? തല കഴുകാൻ. Thank you. അമ്മയാടാ പറഞ്ഞത്, ഇല്ലേ അമ്മ പറയുന്നതായിരുന്നു. അല്ല, എനിക്കറിയാം. അറിയാമായിരുന്നല്ലേ? വാഷ് എന്ന് പറയണോ മസാജർ എന്ന് പറയണോ എന്ന് പേടിയായിരുന്നു. ജെട്ടിയാ? ജെട്ടിയല്ല, ജെട്ടിയല്ല. ഇതെന്ത് ജെട്ടി അത് കറക്റ്റ് അത് എന്തിനു ഉപയോഗിക്കുന്നുള്ളത് പറ. ജെട്ടി എന്തെന്നെ ഉപയോഗിക്കുന്നത്? എനിക്ക് മനസ്സിലായത്. ഇത് കളികൾക്ക് ഉപയോഗിക്കുന്നതാണ്. കളികൾക്ക് ഉപയോഗിക്കൂല. എന്ന് പറഞ്ഞപ്പോഴേ അവസരം കഴിഞ്ഞ് പിന്നെ ഞങ്ങളായതുകൊണ്ട് വിട്ടുകൊടുത്തേക്കും. എടാ അത് ചുമ്മാ ഫണ്ണടിച്ചല്ലേ? നീ എല്ലാം അത് പണ്ടായ ഉത്തരം കറക്റ്റ് അതേ ശരിയാന്നുള്ള ആണെങ്കിൽ ജിമ്മിന് മുമ്പ് ഇങ്ങനെ ഇടുവല്ല, കൈ രണ്ടിലും ഇട്ടിട്ട്. കയ്യിലല്ല, ഇവിടെ കയ്യിലെന്ന് പറഞ്ഞു ഇടുന്നതാ, ഞാൻ കണ്ടിട്ടുണ്ട് ഇട്ടേക്കുന്നത്. കയ്യിലെന്ന് പറഞ്ഞു. അത് അമ്മയ്ക്ക് ഇല്ല, തെറ്റിയതാ. വയറിന്റെ അവിടെ ഇങ്ങനെ ഇടും. പറഞ്ഞ കറക്റ്റാ. ആ, ജിമ്മിന് പോകുന്നവര് ഇന്നറിന്റെ അവിടെ ഇടുന്ന സാധനം. അപ്പൊ നിങ്ങൾ ജിമ്മെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ ജിമ്മെന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ 1 പോയിന്റ് മാത്രമേ ലീഡുള്ളൂ സുഹൃത്തുക്കളെ. നിങ്ങൾ 6 അവർക്ക്. ഞാനത് പടം കണ്ടപ്പോഴേ പറഞ്ഞില്ലേ. സഞ്ചി റേഷൻ കടയിൽ പോകുന്ന ഇങ്ങനെ അടിയിൽ കൂടി ഇടുന്നുണ്ട്. നോ റോങ് ആൻസർ. ഫീമെയിൽ പ്രോഡക്റ്റ് ആണോ? ഫീമെയിലാ? ഇത് അങ്ങനൊന്നുമില്ല, ഇത് യൂണിസെക്സ് ആ, ആർക്കും ഉപയോഗിക്കാം. യൂണിസെക്സ്? ഫീമെയിലിന് മെയിലിന് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് ഒക്കെ ഇറങ്ങി വരുന്നു. അച്ഛൻ വേറെ എന്തെങ്കിലും ആലോചിക്കുവാണെങ്കിൽ ഈ സമയം ഒരുപാടായി. ഞാൻ പറയട്ടെ എന്തെങ്കിലും BP വല്ല നോക്കുന്നതാണോ ഈ വിരലിന്റെ ഇടയിൽ ഇട്ടിട്ട്? ഇത് അരക്ക് കീപോട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. അരക്ക് മേപ്പോട്ടല്ല, അരക്ക് കീപോട്ട്. അരക്ക് കീപോട്ടാ? അത് യൂണിസെക്സിൽ വരൂല. അത് കാലിന്റെ മുട്ടിന്, കാലിന്റെ ഉപ്പൂറ്റിക്ക് വേദനയ്ക്ക്. അത് ഒരാള് പറഞ്ഞു. ഉപ്പൂറ്റി വേദന എന്നാ വാദവും കൂടെ പറ. കാലിന് കാലിന്റെ ഉപ്പൂറ്റിൽ ഇങ്ങനെ പിടിച്ചിടുന്നത്. രണ്ട് ആൻസർ പറഞ്ഞു. ആന്തര ഇതെന്തിനാ? എന്നാ പിന്നെ നമ്മക്കും പറഞ്ഞോട്ടെ കാല് മുട്ട ആംഗിളിൽ ഇടുന്നതാണ് വേദന വരും, പെയിൻ വരുമ്പോ കാലില്. ഒരു ഉത്തരം പറഞ്ഞ പിന്നെ പറയല്ലേ അതിന്റെ എല്ലായിടത്തും ഒരു ഉത്തരവുള്ളൂ, അവന്റെ പണ്ണടിയില്ല. അയ്യോ ഇത് എവിടെയോ കണ്ടിട്ടുണ്ട്. പറഞ്ഞു നിങ്ങൾ തിരിക്കല്ലേ അങ്ങോട്ട്. ഇത് മെയിൽ നമ്മളെ ചുട്ടറങ്ങുന്ന വർക്കൗട്ട് ചെയ്യുന്ന ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സാധനം കുറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം. കറക്റ്റ് ആൻസർ. ടീം തന്തവൈബിന് 8 പോയിന്റുമായി മുന്നേറിക്കുന്നു സുഹൃത്തുക്കളെ. മഹാറാണി ഈ ചാവ ഉപയോഗിക്കുന്നത് കഴുത്തിനിടെ. എന്തോ ഇല്ല പാൻറ് ഊരി പോവായിരിക്കാൻ വേണ്ടിട്ടല്ലേ. ബിന്ദു ഓയിന് 7 പോയിന്റുമായി പുറകെ തന്നെ ഉണ്ട് സുഹൃത്തുക്കളെ. ഇനി ഏതാനും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് 7, അവർക്ക് 8. അതല്ല എന്താ പറഞ്ഞേ? അല്ല ഉത്തരം പറയണ്ട, അല്ലാതെ കൂട്ടിക്കോ. ചെവി വയ്ക്കുന്ന സാധനമാണോ? അല്ല പെൻസിൽ വെട്ടുന്ന കട്ടറാ. ഇത് വായിൽ വെക്കുന്നത്. അതെല്ലാവർക്കും ഉപയോഗിക്കാലോ. വായിൽ എന്തിനു വെക്കുന്നത്? വായില് വാ വലുതാക്കാനാ ബോക്സിംഗ് വെക്കുന്നതാ. വായിൽ വെക്കുന്നതാണ്. ചുമ്മാ
അറിയോ അങ്ങനെ പറഞ്ഞേ എന്തൊരു ഓർമ്മ വരുന്നത്. ചെവി വെക്കില്ലെന്ന് പറഞ്ഞാ അവർ കൊടുക്കട്ടെ, അവരാ പറഞ്ഞത് വായിൽ എന്തിനാ ഉപയോഗം കൂടെ ഇത് ജോലൈനെ കടിക്കുന്നതാ ഇങ്ങനെ ഓക്കെ ഓക്കെ ഇങ്ങനെ വായിൽ വെച്ച് ഇങ്ങനെ കടിക്കുന്നതാ. കൈ ആയില്ലേ? എന്റെ ചയ്യായടെ ഇപ്പം ആരൊക്കെയോ ഞങ്ങളെ പുച്ഛിച്ചായിരുന്നു. നമുക്ക് എവിടെയോ ഒന്ന് പാളി. ഞങ്ങളെ ചുമ്മാ ഒന്ന് കാണിച്ചതേ. ബോളാ. യു ഹാവ് എനി ഐഡിയ? നോ ഐഡിയ. പ്രാക്ടീസ് ചെയ്യുന്ന എന്ത് പ്രാക്ടീസ് ചെയ്യുന്നത്? ബാഡ്മിന്റന്റെ തെറ്റ്. എവിടെ വെക്കുന്നതാണേലും വെച്ചിട്ട് ഇങ്ങനെ എറിയുന്നു. ആരെറിയാൻ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന അല്ല, തെറ്റ്. ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു. തെറ്റാണ്. ഇത് ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ അമുക്കും, അപ്പൊ അത് ചെറുതാവും. അത് പിന്നെ എന്തൊരു ചെറുതാവും. കഴുത്തി കെട്ടത്. കഴുത്തില്ല, തെറ്റ്. വിരലിന്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തീർന്നില്ല. ഈ വേറെ ഒരു സാധനം വ്യാപകത്തിൽ കിട്ടിയില്ലെങ്കിൽ ഈ വിരലിന്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുക, ഇങ്ങനെ എന്തിന്? വെറുതെ. ഈ ആലോചിച്ചിട്ട് തലവെള്ളി ഇങ്ങനെ പിടിച്ച് കെട്ടിയിടാം. അതിനെന്തിനാ പണ്ട് കറക്റ്റ് ആൻസർ ആണ്. തലയിൽ ഇങ്ങനെ തലയെ കെട്ടുന്നതാണ്. കാണിച്ചു തലയെ കെട്ടുന്നതാണ്. അമ്മ ഉദ്ദേശിച്ച അതല്ല, മുടിയല്ലടെ വാരി കെട്ടുന്നതെന്ന് ഉദ്ദേശിച്ചത്. അല്ല, പക്ഷെ ഇങ്ങനെ കാണിച്ചു. അമ്മ തലയെ കെട്ടുന്നത് പറഞ്ഞു. ഞാൻ പറയാം എവിടെ ഞാൻ അതാ പറഞ്ഞത് ആദ്യമേ ടെന്നീസിന് തലയെ കെട്ടി ഇങ്ങനെ ഇടിക്കുന്നതാണ്. തലയെ കെട്ടി ഇടിക്കുമ്പോൾ പുറത്തു തലയെ കെട്ടി ഇടിക്കുന്നതാണ്. തലയെ കെട്ടി ഇടിക്കുന്നത്. തലയെ കെട്ടിട്ട് എങ്ങനെ ഇരിക്കുന്നത്? ഈ പ്രോഡക്റ്റ് ആണ് ബോക്സിംഗ്. അമ്മാര് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അമ്മാര് പറഞ്ഞു. അത് ഞാൻ അത് ഇത് ചിന്തിക്കുന്നില്ല. ആമസോണിലുള്ള പ്രോഡക്റ്റ് ആണ്. 9 പോയിന്റുമായിട്ട് ബിന്ദു ഓ ടീം മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇനി ഒരു ചോദ്യവും കൂടി ഉണ്ട്. ഒരു ചോദ്യം കൂടി എടുത്തായിരുന്നു, അങ്ങോട്ട് ചോദിക്കട്ടെ. ഒരു ചോദ്യം കൂടി ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ അതിൽ വിൻ ചെയ്യുന്ന ആരാണോ അവർ വിൻ ചെയ്താൽ. ഇതൊരു ഫീമെയിൽ പ്രോഡക്റ്റ് ആണ്, പക്ഷെ എനിക്ക് അവർ പറയുന്നതാണ് തോന്നുന്നത്. ഞാൻ പറയാം മറ്റേ അമ്മ പറ. ഫൗണ്ടേഷൻ കൺസീലർ. ഗൈസ് 4 പോയിന്റൊക്കെ ലീഡ് നിന്ന ടീമാണ്. അവര് കണ്ണു വെച്ച് അത് കയ്യടിക്കാൻ. ഇതിന്റെ ഫുൾ പ്രേഡിക്കാൻ പറ്റിയോ? അമ്മയെ ജയിപ്പിച്ചു. അയ്യോ, ആ സാധനമൊക്കെ എങ്ങനെ കണ്ടുപിടിച്ച് തല വെച്ചിട്ട് ഇരിക്കുന്നതെന്ന്. കാലി കെട്ടുന്നല്ല, ഗൈസ് അപ്പം 8 പോയിന്റുമായി ടീം തന്തവൈബും 10 പോയിന്റുമായി ടീം ബിന്ദു ഓയും. അങ്ങനെ ഈ ഒരു ചലഞ്ചിൽ പിന്നെ ജയിച്ചെന്നൊക്കെ പറഞ്ഞ എന്താണെന്നറിയാമോ? ഒരാള് കാലി പറഞ്ഞു, കൈ പറഞ്ഞു, തല മാത്രമേ കഴുത്ത് പറഞ്ഞു. പിന്നെ ഇവിടെ പറയാനുള്ള ഇതെല്ലാം കൂടി കെട്ടി അത്രയും ഉത്തരം പറഞ്ഞ് അമ്മ ഉദ്ദേശം മറ്റേ തലയെല്ലാം കൂടെ മുടിയെല്ലാം കെട്ടി വെക്കണ സാധനം അതാ ഉദ്ദേശിച്ച. നിങ്ങൾ ഇതില് ഞാൻ ഓരോ പ്രോഡക്ട്സ് കാണിച്ചപ്പോൾ നിങ്ങൾ എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് ശരിയാക്കിയും താഴെ കമന്റ് ചെയ്യട്ടോ. അപ്പൊ എന്തായാലും ഇതിനകത്തുള്ള വെറൈറ്റി ചലഞ്ച് ആയിട്ട് ഇനിയും കാണാം. അപ്പൊ ഇന്നേക്കത്തെ ഉള്ള ഗൈസ്, അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ.